നമസ്കാരം. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അത്ര. വാർത്ത ഏഷ്യാനെറ്റിലാണ് വന്നിരിക്കുന്നത്. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, പൃഥ്വിരാജ് ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ്. കാര്യം ആദായ നികുതി വകുപ്പ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആർക്കെങ്കിലും നോട്ടീസ് അയച്ചാൽ ആദ്യം അറിയേണ്ടത് അവരാണ്. അതിനെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തേണ്ടതും ആരാണോ നോട്ടീസ് ലഭിച്ചത് ആ വ്യക്തിയായിരിക്കണം. പക്ഷേ പൃഥ്വിരാജിന് നോട്ടീസ് കിട്ടിയെന്ന് ഏഷ്യാനെറ്റ് അങ്ങ് ബ്രേക്ക് ചെയ്യണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ അടുത്ത ദിവസം നമ്മൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ SFIയുടെ കുറ്റപത്രം ഡൽഹി കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടു. സമർപ്പിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് അതേ വാർത്തയിൽ നേരെ ഏഷ്യാനെറ്റിന് കിട്ടുകയാണ്. അതുപോലെയാണ് ഇപ്പോ പൃഥ്വിരാജിന്റെ കാര്യം. പിന്നെ ആ കാര്യത്തിൽ ഒരു കാര്യം, ഈ ഏഷ്യാനെറ്റ് ചാനലിനെ സംബന്ധിച്ച് ഇടയ്ക്ക് വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാചകമുണ്ട്. ഏഷ്യാനെറ്റ് ഉണ്ടോ ഇവിടെ? വാരി മെഴുകുകയാണല്ലോ എന്നൊരു വാചകം പറഞ്ഞു. അതിലൊരു വാക്ക് അൺപാർലമെന്ററി ആയതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. അതുപോലെ വാരി മെഴുകുകയാണ്. അതായത് സമൂഹത്തിന്റെ മുന്നിൽ സന്ദേശം കൊടുക്കുകയാണ്. നേരിട്ട് വ്യക്തിക്കല്ല, ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ നമുക്കെതിരെ നിലനിന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. വ്യക്തിയെ സംബന്ധിച്ച് അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്കെതിരെ നിലകൊണ്ടാൽ എന്താണ് ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്ദേശം ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് മലയാള ചലച്ചിത്ര മേഖലയിൽ ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ഇനിയൊരു കാലഘട്ടത്തിൽ സിനിമ എടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ എന്നുള്ളത് പൊതുപ്രചരണത്തിന് വേണ്ടിയാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജിന്റെ കാര്യം, സുകുമാരന്റെ മോനാണ്. അതുകൊണ്ട് ഫക്രുദ്ദീൻ അലി എന്ന ഭജന സംഘക്കാരൻ ഇതേ ചാനൽ ചർച്ചയിലിരുന്ന് വിനു വി ജോണിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നല്ല തണ്ടുറപ്പുള്ള തന്തയ്ക്ക് ജനിച്ചതാണ്, അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള നിലപാടുണ്ടാകും, അതുകൊണ്ട് ഭയപ്പെടുത്താമെന്നും കരുതണ്ട. ചില വിത്തുകൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ചെന്നാൽ വിജയെ കാണാം. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ ഉടനെ ജോസഫ് വിജയ് ആക്കിയതും കമൽ വിമർശിച്ചപ്പോൾ കമാലുദ്ദീൻ ആക്കിയൊക്കെ ഇവർ അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം ആൾക്കാരൊക്കെ നിശബ്ദരായോ? സംഘപരിവാറിനെതിരെ ശക്തമായിട്ട് തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ട് പൃഥ്വിരാജിനെ ഏഷ്യാനെറ്റിലൂടെ വാർത്ത കൊടുത്ത് ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമയുടെയും പ്രതിഫലം സംബന്ധിച്ച് വ്യക്തത വരുത്തണം അത്ര. ഇത്രയും കാലം വ്യക്തത വന്നില്ല. 1 വർഷം മുന്നെയാണ് പൃഥ്വിരാജിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. എന്തെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ അന്ന് നമുക്ക് കാണാമായിരുന്നു. അന്ന് ജനഗണമന എന്നൊരു സിനിമയിൽ അഭിനയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഡോഗ് സ്ക്വാഡുകളെ അയച്ചത്. ഡോഗ് സ്ക്വാഡ് എന്ത് ചെയ്തു? ആ വീട്ടിൽ പോയി കിടന്ന് കുരച്ചിട്ട് മാധ്യമങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോർത്തി കൊടുത്തിട്ട് ഇവിടെ ഇതൊക്കെ സംഭവിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. അതിനപ്പുറത്തേക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം എമ്പുരാൻ എന്നൊരു ചിത്രത്തിലൂടെ ഗുജറാത്ത് കലാപം പുറത്തു കാട്ടിയതിന്റെ ഭാഗമായിട്ട് ഗോകുലം ഗോപാലൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറുടെ വീട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് നടന്നു. ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലെല്ലാം പലതരത്തിലുള്ള റെയ്ഡും അദ്ദേഹത്തിൽ നിന്ന് പല വിവരങ്ങളും പിടിച്ചെടുത്തു എന്നും മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ്. ഇനിയിപ്പോ ഒരു ഇലക്ട്രൽ ബോണ്ട് അങ്ങ് എടുത്താൽ മതി, പ്രശ്നങ്ങളെല്ലാം അവിടെ കഴിയും. കാര്യം ആരിൽ നിന്നൊക്കെ അവർക്ക് പണം അടിക്കാനുണ്ടോ, ആർക്കൊക്കെയാണ് കാശുള്ളത്, അവരിൽ നിന്ന് നമ്മൾ ഈ പിടിച്ചുപറി സംഘത്തെ പുതിയ ഒരു വേർഷനാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഞങ്ങളെ ഡോഗ് സ്ക്വാഡിനെ അവർ വീട്ടിലേക്ക് അയക്കും. ആ ഡോഗ് സ്ക്വാഡ് അവിടെ ചെന്ന് കുരച്ച് ഒച്ചപ്പാടും ബേളും ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ ഇവിടെ എന്തോ നടക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കണം. ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അത്തരം പരിശോധനകൾ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഊഹാപോഹ വാർത്തകൾ കൊടുത്ത് പലതരത്തിലുള്ള വിവരങ്ങൾ പിടിച്ചെടുത്തു എന്ന് ഇവർ വല്ലാതെ ആ വാർത്തയെ പൊലിപ്പിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. സ്വാഭാവികമായിട്ടൊരു ബിസിനസ്സുകാരൻ ചെയ്യും, അവരുടെ ഒരു സ്ഥാപനമാണ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള മോശം അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് തകരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോ ED പറയും, നിങ്ങൾ ഒരു ഇലക്ട്രൽ ബോണ്ട് 150 കോടി ഇങ്ങോട്ട് കൊടു, ഞങ്ങൾ കൊണ്ടുപോയി ഉണ്ടംപൊരിയായിട്ട് തിന്നട്ടെ. അങ്ങനെ നാട്ടുകാർ അധ്വാനിക്കുന്ന പൈസയെ ഇലക്ട്രൽ ബോണ്ടായിട്ട് വാങ്ങി നക്കാൻ വേണ്ടിയും അവർക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ഇതുപോലെ വേട്ടപ്പട്ടികളെ അങ്ങോട്ടേക്ക് അയച്ച് സമൂഹത്തിന്റെ മുന്നിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതിനുവേണ്ടി കുറച്ച് മാധ്യമ സ്ഥാപനങ്ങൾ അവർ കൈയടക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിലെ മുതലാളിമാരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് ഇത് പുറത്തേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്നും അവിടെ എന്തോ തേങ്ങാക്കൊല നടക്കുന്നു എന്ന് തോന്നലുണ്ടാക്കണം. ഒരു ചുക്കും നടക്കുന്നുണ്ടാവില്ല. ഈ രീതിയിൽ വാർത്ത വരുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതിന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് ബാർഗെയിനിങ് ആണ്, ഭീഷണിപ്പെടുത്തലാണ്, ഇവർക്ക് വേണ്ട കച്ചവടങ്ങൾ ഉറപ്പിക്കലാണ്. ഇത് മാത്രമാണ് കേന്ദ്രത്തിലെ ചില വേട്ടപ്പട്ടികളായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് പൃഥ്വിരാജിനെ
ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ അഭിനയിച്ചു എന്നതിന്റെ പേരിലും അതിലൊരു ന്യൂനപക്ഷ ക്യാരക്ടറും സംഘപരിവാർ ചെയ്ത ഒരു കൊള്ളരുതായ്മയെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഓർമ്മപ്പെടുത്തിയതിന് ഇൻകം ടാക്സിന്റെ ഇണ്ടാസ് അയച്ചങ്ങ് നിശബ്ദമാക്കി കളയാമെന്നൊക്കെ കരുതുന്നത് ഈ നാട്ടിലുള്ളവരെല്ലാം സവർക്കറിന്റെ പിൻതലമുറക്കാരാണ് എന്ന് വിചാരിക്കുന്ന വിഭാഗക്കാരാണ്. സവർക്കറുടെ പിൻതലമുറക്കാർക്ക് ഇത് കാണുമ്പോൾ ഇന്നലകളിൽ ബ്രിട്ടീഷുകാരുടെ ഷൂ കണ്ട് അവർ കോരിത്തരിച്ച് നിന്നിട്ട് ഇതിനോട് വിധേയത്വം കാട്ടുന്നവരെല്ലാം ചിലപ്പോൾ മുട്ടുമടക്കിന്നിരിക്കും. ബാക്കിയുള്ളവരൊക്കെ പുല്ല് പോണെങ്കിൽ പോട്ടെ എന്ന രീതിയിലായിരിക്കും അതിനെ സമീപിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നോട്ടീസിന്റെ കാര്യം പൃഥ്വിരാജ് അറിഞ്ഞോ അറിയില്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷേ പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് ഇരവാദം പറയാനോ വരാതെ അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. അതാണ് ഹീറോയിസം. മറ്റേതൊരു തരം ബ്രിട്ടീഷുകാരുടെ ഷൂ കാണുമ്പോൾ അതിൽ കെട്ടിപ്പിടിച്ച് വീണ് കടന്നിട്ട് അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ആ രീതി ഉണ്ടല്ലോ, കൈ വെച്ചാൽ മതി എന്നുള്ളതാണ് ആ ഒരു മൗനം കൊണ്ട് തെളിയിക്കപ്പെടുന്നത്.